പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് ഇന്ദിര. എന്റെ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതമായി തോന്നാം. എന്റെ അച്ഛനും അമ്മയ്ക്കും 4 കുട്ടികളാണ്. അവർ 4 പെൺകുട്ടികൾ. ആൺകുട്ടിക്ക് വേണ്ടി ശ്രമിച്ച് 4 പെൺകുട്ടികളായി. അങ്ങനെ 4ാമത്തെ പെൺകുട്ടിയായിട്ടാണ് ഞാൻ ജനിച്ചത്. അച്ഛൻ ഡ്രൈവറാണ്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വീട്ടുജോലിയാണ്. പിന്നെ കുടുംബപരമായി കിട്ടിയ കുറച്ച് വസ്തുവകകളുണ്ട്. 4 പെൺമക്കളെയും വിവാഹം കഴിച്ചയക്കാനുള്ള സാമ്പത്തികമൊക്കെ ഉണ്ടെന്ന് ചുരുക്കം. പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഒരു ആൺകുട്ടിയെ വേണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതല്ലല്ലോ ദൈവം നമ്മൾക്ക് തരുന്നത്. ഇതും പറഞ്ഞ് അമ്മ അച്ഛനെ ആശ്വസിപ്പിക്കും. അവരുടെ ആ ആഗ്രഹത്തിന്റെ കൂടുതൽ കൊണ്ടായിരിക്കണം എന്നെ ഒരു ആൺകുട്ടിയെ പോലെ നല്ല തന്റെ ഇടത്തോടു കൂടി വളർത്തുക എന്നത്. അവരുടെ ആ തീരുമാനം ശരിവെക്കും പോലെ തന്റേടിയായി തന്നെയാണ് ഞാൻ വളർന്നത്. ചെറുപ്പം മുതലേ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തന്നതിനാൽ ആൺകുട്ടികളെ പോലെ വേഷം ധരിക്കാനും മുടി വെട്ടി നടക്കാനുമൊക്കെയാണ് ഞാനും ഇഷ്ടപ്പെട്ടിരുന്നത്. പോരാത്തതിന് സുഹൃത്തുക്കളെല്ലാം ആൺകുട്ടികളുമായിരുന്നു. സിനു, അതുൽ, അനിൽ ഇവരായിരുന്നു എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഞങ്ങളൊരു ഗ്യാങ് ആയിരുന്നു. എന്നെ ഒരു ആൺകുട്ടിയായിട്ട് തന്നെയാണ് അവന്മാർ കണ്ടിരുന്നത്. അതിനാൽ എന്നോടും ഒന്നും മറക്കില്ലായിരുന്നു. അവരുടെ കൂടെ കൂടിയതിൽ പിന്നെ എന്നിലുണ്ടായിരുന്ന നാണത്തിന്റെയും മാനത്തിന്റെയും അവസാന കണിയ കൂടി നഷ്ടപ്പെട്ടു. അങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നു കോളേജ് ലൈഫ് കഴിഞ്ഞു. എന്റെ 3 ചേച്ചിമാരുടെയും വിവാഹം കഴിഞ്ഞു. ഞാനും അനിലും ഒഴികെയുള്ള സുഹൃത്തുക്കളെല്ലാം വിദേശത്ത് ജോലി തിരക്കിപ്പോയി. ഞങ്ങൾ നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് ട്രിപ്പും പോയി അടിച്ചു പൊളിച്ച് നടന്നങ്ങനെ വർഷങ്ങൾ റോക്കറ്റ് പോലെ കടന്നുപോയി. എനിക്കിപ്പോൾ പ്രായം 28ആയി. വീട്ടിൽ കല്യാണത്തിന് വേണ്ടി നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഓരോന്ന് പറഞ്ഞ് എല്ലാം മുടക്കിക്കൊണ്ടിരുന്നു. എന്നെ ഇങ്ങനെ തോന്നിയതുപോലെ ജീവിക്കാൻ വിട്ടതിൽ അമ്മ ഇപ്പോൾ അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. എന്നും വഴക്കും ബഹളമൊക്കെയാണ് വീട്ടിൽ. ഞാൻ മടുത്തു. വീട് വിട്ടു പോയാലോ എന്ന് വരെ ആലോചിച്ചു. ആകെയുള്ള ആശ്വാസം അനിലാണ്. അവനോട് സംസാരിക്കുന്നത് മാത്രമാണ് ഇപ്പോഴുള്ള ഒരു സമാധാനം. അവന്റെയും വീട്ടിൽ അവന് കല്യാണത്തിന്റെ ആലോചനകൾ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കല്യാണത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, എന്നാ പിന്നെ നിനക്കെന്നെ കെട്ടിക്കൂടെ എന്ന് തമാശയായിട്ട് ഞാൻ അവനോട് ചോദിച്ചു. അത് കേട്ട് അവൻ പൊട്ടി ചിരിച്ചു. കൂടെ ഞാനും ചിരിച്ചു. പിന്നീട് അതങ്ങ് വിട്ടു. എന്നിട്ട് അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഉണ്ടായി. അവനും 28 വയസ്സായി. എന്നേക്കാൾ ഏതാനും മാസത്തെ മൂപ്പുണ്ടെന്ന് മാത്രം. അവൻ എന്റെ കാര്യം വീട്ടിൽ പറഞ്ഞു. അവന്റെ വീട്ടുകാർക്ക് അധികം എതിർപ്പുണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം വീട് പോലെ കയറി ചെല്ലാറുള്ളതാണ് അവിടെ. അവർക്ക് വലിയ ഇഷ്ടമാണ് എന്നെ. അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവർ ആലോചനയായിട്ട് മുന്നോട്ട് വന്നു. എന്റെ വീട്ടുകാർക്കും സമ്മതം. അവർ എന്നോട് ചോദിച്ചു. ഞാനൊരു ഷോക്കിലായിരുന്നു. അവൻ ഇത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും കുഴഞ്ഞു. പിന്നീട് ആലോചിച്ചു, ഏതേലും അറിയാത്തവനെ കെട്ടി ജീവിതം തുലയ്ക്കുന്നതിനേക്കാൾ ഭേദം ഇതാണെന്ന്. എല്ലാവർക്കും ഇഷ്ടമായതോടെ അതങ്ങ് ഉറപ്പിച്ചു. ഞങ്ങളുടെ തീരുമാനപ്രകാരം വലിയ ചടങ്ങൊന്നും നടത്താതെ കല്യാണം അങ്ങ് നടത്തി. കല്യാണത്തിന്റെ അന്നാണ് ആദ്യമായി ഞാൻ സാരി ഉടുത്ത് പുറത്തിറങ്ങുന്നത്. ഞാൻ വളരെ ഡിസ്കംഫർട്ടായിരുന്നു. അങ്ങനെ ഒരു സ്വപ്നം പോലെ കല്യാണം വരെ എത്തി. ഇപ്പോൾ ഞാൻ അനിലിന്റെ വീട്ടിലിരിക്കുകയാണ്. അവന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ഒരു ചേട്ടൻ ഇവരാണുള്ളത്. ചേച്ചിയെ നേരത്തെ കെട്ടിച്ചു. അവര് ഫാമിലിയായിട്ട് UK-യിലാണ്. ചേട്ടൻ കല്യാണം കഴിച്ച് വേറെ മാറി താമസിക്കുന്നു. ചേച്ചി പ്രഗ്നന്റ് ആയിരിക്കുന്നത് കൊണ്ട് അമ്മ ഉടനെ അങ്ങോട്ട് പോകും. കല്യാണം പെട്ടെന്ന് നടത്താൻ അതും ഒരു കാരണമാണ്. എനിക്കെല്ലാം ഇപ്പോഴും ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അവന്റെ ഫ്രണ്ടായി ഇവിടെ വന്നു. ഈ റൂമിലിരുന്ന് കൂടെ പഠിച്ച ഓരോരുത്തരെ പറ്റിയും നാട്ടിലെ പെൺകുട്ടികളെ പറ്റിയും ഒക്കെ കമന്റ് അടിച്ചുകൊണ്ടിരുന്നതാ. ഇപ്പോൾ അവന്റെ പെണ്ണായി അവന്റെ റൂമിലിരിക്കുന്നു. എനിക്ക് അങ്ങോട്ടൊരു ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ വന്നു പറഞ്ഞു, കുളിച്ച് സാരിയൊക്കെ മാറിയിടാൻ. അത് കേൾക്കേണ്ട താമസം. എല്ലാം ഞാൻ പറിച്ചെറിഞ്ഞു. വേറെ ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ പോയി കുളിച്ചു. തിരികെ റൂമിൽ വന്നിരുന്ന ഞാൻ എന്റെ അമ്മ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും ഓർത്തു. മോള് വീട്ടിൽ പെരുമാറുന്നത് പോലെ ഒന്നും അവിടെ ചെന്ന് പെരുമാറരുത്. അനിലിന്റെ അച്ഛനെയും അമ്മയും ഒക്കെ ബഹുമാനിക്കണം. എന്നും നീ കുളിക്കണം. അങ്ങനെ ആ ലിസ്റ്റ് നീളുന്നു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നതോർത്ത് എനിക്ക് തന്നെ ചിരി വന്നു.
എന്താണ് ഇത്ര ഓർത്ത് ചിരിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അനിൽ റൂമിലേക്ക് വന്നു. ഏയ് ഒന്നുമില്ല, അമ്മ പറഞ്ഞു വിട്ട ഓരോ കാര്യങ്ങൾ ഓർത്ത് ചിരിച്ചതാ, ഞാൻ പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചിരിച്ചു. നീ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മതി കേട്ടോ, ആർക്കും വേണ്ടി മാറണ്ട. അനിൽ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ആശ്വാസം ചെറുതൊന്നുമല്ല. ഞങ്ങൾ രണ്ടുപേരും എന്നത്തെയും പോലെ കുറെ സംസാരിച്ചു. പക്ഷെ എന്നിരുന്നാലും രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ. ഇടയ്ക്ക് വെച്ച് ആ ടോപ്പിക് അങ്ങ് തീർന്നു പോകും. വളരെ അടുത്ത കൂട്ടുകാരായിട്ടും ഞങ്ങൾ ശാരീരിക കാര്യങ്ങളെപ്പറ്റി പരസ്പരം ചർച്ച ചെയ്തിട്ടില്ല. അധികം വൈകാതെ ഞങ്ങൾ രണ്ടും കട്ടിലിന്റെ രണ്ട് മൂലയ്ക്കായി കിടന്നുറങ്ങി. രാവിലെ അനിലിന്റെ ഫോണിൽ തുരുതരെ മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ ഉണർന്നത്. അവന്റെ സ്ക്രീൻ ലോക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നത് കൊണ്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കി. ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ് മെസ്സേജ് ചെയ്യുന്നത്. ഇന്നലത്തെ രാത്രിയെപ്പറ്റി അറിയാനാണ് എല്ലാവർക്കും. ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് പോയി. അടുക്കളയിൽ ചെന്ന് അമ്മയുമായി വർത്തമാനം പറഞ്ഞു നിന്നു. അമ്മ 1 മാസത്തിനുള്ളിൽ UK പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട് നോക്കണമെന്നും. അത് കേട്ട് എനിക്ക് എന്റെ മനസ്സിൽ ചിരി വന്നു. എന്നെ വീട് ഏൽപ്പിച്ചാൽ തിരികെ വരുമ്പോൾ ഏതവസ്ഥയായിരിക്കുമെന്ന് കൃത്യമായി അറിയണേൽ അമ്മ എന്റെ അമ്മയോട് ചോദിച്ചാൽ മതി. എടുത്തടിച്ചുള്ള എന്റെ മറുപടി കേട്ട് അത്ഭുതത്തോടെ എന്നെ ഒന്ന് നോക്കി അമ്മ ചിരിച്ചു. ഈശ്വര, ഈ വീട് ഇവൾ കുളം തോണ്ടും എന്നാവും അമ്മ മനസ്സിൽ വിചാരിച്ചത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞങ്ങൾ അപ്പോഴും ബാക്കി കാര്യങ്ങളൊക്കെ നല്ലപോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വിവാഹ ജീവിതത്തെപ്പറ്റി മാത്രം ഒന്നും പറയാറില്ല. അവൻ പറയുമെന്ന് ഞാനും, ഞാൻ പറയുമെന്ന് അവനും വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസമായിട്ട് ഒന്നും തന്നെ നടന്നതുമില്ല. അങ്ങനെ അമ്മയ്ക്ക് പോകേണ്ട ദിവസം വന്നു. കാര്യങ്ങളൊക്കെ റെഡിയാക്കി അമ്മ ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടി എയർപോർട്ടിൽ കൊണ്ടുപോയി അമ്മയെ യാത്രയാക്കി. പിറ്റേ ദിവസം മുതൽ അനിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. ഞാൻ വർക്ക് ഫ്രം ഹോമാണ്. അനിലിന്റെ ഡ്രസ്സൊക്കെ അവൻ തന്നെയാണ് കഴുകുന്നത്. അവന് സമയമില്ലാത്തപ്പോൾ അമ്മ കഴുകിയിടും. അന്ന് അവന് ടൈം കിട്ടിയില്ല. അങ്ങനെ ആദ്യമായി അവന്റെ ഡ്രസ്സ് ഞാൻ കഴുകാനെടുത്തു. അതിൽ അവന്റെ അടിവസ്ത്രവും ഉണ്ടായിരുന്നു. ഞാൻ അത് കഴുകിയിട്ടു. അതേപ്പറ്റി അന്നത്തെ സംസാരത്തിനിടയ്ക്ക് അവനോട് പറഞ്ഞു. വൈകിട്ട് അവൻ വന്നപ്പോൾ കയ്യിലൊരു കവർ ഉണ്ടായിരുന്നു. ചേച്ചി UK നിന്ന് വന്ന ഒരാളുടെ കയ്യിൽ എനിക്ക് വേണ്ടി കൊടുത്തുവിട്ട കുറച്ച് സാധനങ്ങളായിരുന്നു അതിൽ. കുറച്ച് മനോഹരമായ ഡ്രസ്സുകൾ. അതിൽ നിന്നും സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു നൈറ്റി അനിൽ പൊക്കി കാണിച്ചു. ഇത് ചേച്ചിയുടെ വക അല്ല കേട്ടോ. അനിൽ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യട മോനെ, ഞാനിതൊന്നോടില്ല, ഓടിക്കോ. അത് മേടിച്ച് കവറിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അവൻ പിന്നെയും അതെടുത്തു. പ്ലീസ് ഒരിക്കലിട്, ഞാനൊന്ന് കാണട്ടെ. നടക്കില്ല മോനെ, നിനക്കെന്നെ അറിയാലോ. ഞാൻ വീണ്ടും എടുത്തു വെച്ചോണ്ട് പറഞ്ഞു. പ്ലീസ്, ഒരു തവണ മതി, ഒരേ ഒരു തവണ. അവൻ എന്റെ കവിളിൽ പിടിച്ച് കെഞ്ചി. പെട്ടെന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. ശരി, ഒരു തവണ, പിന്നെ പറയരുത് കേട്ടല്ലോ. ആയിക്കോട്ടെ, അനിൽ തലയാട്ടി. ഞാനത് കയ്യിലെടുത്തു. അനിലിനെതിരായി തിരിഞ്ഞു നിന്ന് ഇട്ടിരുന്ന ടീഷർട്ട് ഊരി ആ നൈറ്റി ഇട്ടു. വളരെ നൈസായിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു അത്. ഇട്ടപ്പോൾ തന്നെ നല്ല സുഖം, തൂവൽ സ്പർശം പോലെ. ഞാൻ തിരിഞ്ഞ് അവനെ നോക്കിയപ്പോൾ എന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് അവൻ. ഞാനും അവനെ ഇങ്ങനെ അങ്ങ് നോക്കി നിന്നുപോയി. യാന്ത്രികമായി ഞങ്ങൾ ബെഡിലേക്ക് ഇരുന്നു. രണ്ടുപേരുടെയും കണ്ണിൽ ദാഹമായിരുന്നു. അന്ന് ഞങ്ങൾ പരസ്പരം ഇഴുകിച്ചേർന്നു. ഞാൻ അനുഭവിക്കാത്ത കാര്യങ്ങൾ അവൻ എനിക്ക് കാണിച്ചു തന്നു. ഒരു തൂവൽ പോലെ ഞാൻ വേറെ ഏതോ ലോകത്തേക്ക് പറന്നുയർന്ന പോലെ അന്ന് എന്നിലെ സ്ത്രീ പൂർണ്ണതയണഞ്ഞു.